മുന്നറിയിപ്പില്ലാതെ വിമാനം റദ്ദാക്കിയെന്ന പരാതിയുമായി യാത്രക്കാർ. തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയെന്നാണ് പരാതി. ഇന്ന് വൈകിട്ട് 7:15 പുറപ്പെടേണ്ടിയിരുന്ന A12455 എന്ന വിമാനമാണ് റദ്ദാക്കിയത്. ആദ്യം ഒരു പ്രതികരണത്തിന്. अभी एयर इंडिया का फ्लाइट है और डिले पर डिले हर आधे घंटे पे डिले करते जा रहे हैं, बट फाइनली दे आर नॉट गिविंग एनी, ये कोई भी कंफर्मेशन नहीं दे रहे कि जाएगी कि नहीं जाएगी. हम लोग यहाँ 3-4 घंटे से 5 घंटे से परेशान हो रहे हैं. और बच्चे लोग भी हैं, लेडीज़ भी हैं और बीमार लोग भी हैं, कुछ सब लोग परेशान हैं. अराउंड 200 से 300 लोग हैं यहाँ पर, बट दे आर मतलब कोई भी ക്ലിയറൻസ് नहीं, कोई कंफर्मेशन नहीं बता रहा कहीं कुछ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലണ്ടനിൽ പോകാനുള്ളതായിരുന്നു. ഞാൻ ഇന്നലെയൊക്കെയാണ് ടിക്കറ്റ് എടുത്തത്. ഇന്നലെ ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ടു ബാംഗ്ലൂരും ബാംഗ്ലൂർ ടു ലണ്ടനുമായിരുന്നു. അത് ഇന്നലെ ക്യാൻസൽ ആയതുകൊണ്ട് ഇന്നത്തേക്ക് റീഷെഡ്യൂൾ ചെയ്തതാണ്. മേഘ്ന മുരളി തിരുവനന്തപുരത്ത് ചേരുന്നു. മേഘ്ന, ഡൊമസ്റ്റിക് വിമാനമാണ്. സംഭവം 3.5 മണിക്കൂറോളം വൈകുന്നു. ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റുമായി വിദേശത്തേക്ക് അടക്കം പോകേണ്ട യാത്രക്കാരുണ്ടാകും. എന്താണ് നൽകുന്ന മറുപടി? എന്താണ് അവർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന സൊല്യൂഷൻ, പരിഹാരം? സുഹൈൽ, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് പോകേണ്ട എയർ ഇന്ത്യ വിമാനമാണ് ഇത്തരത്തിൽ റദ്ദാക്കിയതായി, അതായത് മുന്നറിയിപ്പുകളൊന്നുമില്ലാതെ റദ്ദാക്കിയതായി യാത്രക്കാർ പരാതി പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 7:15 പുറപ്പെടേണ്ട വിമാനമാണ്. അതിൽ 5 മണിയോടുകൂടി തന്നെ ബോർഡിംഗ് അടക്കമുള്ള കാര്യങ്ങൾ യാത്രക്കാർ പൂർത്തിയാക്കുന്നു. അതിനുശേഷം വിമാനത്തിനടുത്ത് എത്തിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഈ വിമാനം റദ്ദാക്കിയ കാര്യം യാത്രക്കാരെ അറിയിക്കുന്നത് എന്നുള്ളതാണ് യാത്രക്കാർ ഇപ്പോൾ പ്രധാനമായും പരാതിയായി പറയുന്നത്. അതിൽ അല്പസമയം മുന്നേ നമ്മൾ ഈ യാത്രക്കാരോടക്കം സംസാരിക്കുകയും ചെയ്തു. അതിൽ പ്രധാനമായും പല യാത്രക്കാരും പറയുന്നത് ഇതിൽ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കാതെ, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിൽ വിമാനം വൈകുന്നു എന്ന അറിയിപ്പ് മാത്രമായിരുന്നു യാത്രക്കാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ഒരു വിമാനം റദ്ദാക്കുന്നു, അതായത് വിമാനം വൈകുന്നു എന്നൊരു അറിയിപ്പാണ് യാത്രക്കാർക്ക് ലഭിച്ചത്. പിന്നീടാണ് റദ്ദാക്കിയെന്ന വിവരം വരുന്നത്. ഇപ്പോൾ യാത്രക്കാർ അവിടെ വിമാനത്താവളത്തിൽ പ്രതിഷേധിക്കുന്നു. അതായത് കൃത്യമായൊരു ബദൽ സംവിധാനം ഒരുക്കണം. അത് ഇപ്പോൾ ഒരു അറിയിപ്പ് ലഭിക്കുന്നത് നാളെ 3 മണിക്ക് ഒരു ബദൽ സംവിധാനം ഒരുക്കാമെന്നുള്ളതാണ്. പക്ഷേ ആ ഒരു ഉറപ്പ് അവർക്ക് വിശ്വാസയോഗ്യമല്ല എന്നുള്ളതാണ് യാത്രക്കാർ പറയുന്നത്. പലരും പല രാജ്യങ്ങളിലേക്ക് കണക്റ്റിംഗ് ഫ്ലൈറ്റുമായി പോകേണ്ട യാത്രക്കാർ നമ്മോടൊപ്പം ചേരുന്നു. സരോജ് വാസ്തവനാണ് പേരെന്ന് മനസ്സിലാക്കുന്നു. ശ്രീ സരോജ്, എന്താണ് അവരിപ്പോൾ നിങ്ങൾക്ക് നൽകുന്ന മറുപടി? നിങ്ങൾ എങ്ങോട്ടേക്ക് പോകാൻ ഉദ്ദേശിച്ചായിരുന്നു? ഡൽഹിയിൽ നിന്ന് വിദേശയാത്രയോ കണക്ഷൻ ഫ്ലൈറ്റോ എന്തെങ്കിലും പ്രതീക്ഷിച്ച് യാത്രയ്ക്ക് പുറപ്പെട്ട ആളാണോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ യാതൊരു ഇതില്ല. സാങ്കേതിക തടസ്സമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. മേഘ്ന മുരളിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇത്തരത്തിൽ തോന്നിയതുപോലെയൊക്കെ വിമാനം റദ്ദാക്കിയാൽ യാത്രക്കാരോട് ചെയ്യുന്ന ചതിയാണ്. പല ആവശ്യങ്ങൾക്കായി ചിലപ്പോൾ കണക്ഷൻ ഫ്ലൈറ്റ് അടക്കം എടുത്ത് വിദേശത്തേക്കടക്കം ടിക്കറ്റ് ബുക്ക് ചെയ്തവർ അടക്കം അതിലുണ്ടാകും. അവരുടെയൊക്കെ യാത്രയും ചിലപ്പോൾ അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അടക്കം മങ്ങുന്നതാണ് ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള യാത്രാ റദ്ദാക്കൽ. കൃത്യമായ മറുപടി ഈ വിമാന കമ്പനി നൽകണം. മറിച്ച് അതിനൊരു പരിഹാരവും ബദലൊരു സർവീസും നടത്തേണ്ടെന്ന കാര്യത്തിൽ സംശയം